അല്ല, ഇതിപ്പോ ഈ മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെ അങ്ങനെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഒരു തീരുമാനത്തിന് വരണ്ടേ? സാറേ, ഇതിന് ഉചിതമായ ഒരു തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. സാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വില്ലേജ് ഓഫീസ് എത്ര നാളായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇത് എന്റെ സ്വന്തം തറവാട് പോലെ, എന്റെ കുടുംബം പോലെയാണ് ഞാൻ ഈ വില്ലേജിനെ കാണുന്നത്. അതിപ്പോ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ കരുതണത്. അപ്പൊ ഈ വില്ലേജിന് ഒരു നല്ല പേരുണ്ടാകുക, നാലാൾ അറിയുക, അതിന്റെ ക്രെഡിറ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ അല്ലേ? ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയെ തന്നെ കൊണ്ടുവരാം. വീണ്ടും മമ്മൂക്ക. ഈ മമ്മൂക്കയിൽ ആരോ നമുക്ക് കൈവശം തന്നത്. മമ്മൂക്ക വേണ്ട. സാറേ, ഈ കുത്തിരിക്ക് ഞാൻ പറയുന്നത് വേണ്ട. ഇതിന് നല്ലത് ഒരു സ്വതന്ത്ര സമര സേനാനിയാണ്. അതെന്റെ അഭിപ്രായം. അതാരാ? മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ സൽമാൻ. അത് ബോയ്തു സാർ പറഞ്ഞതാ ശരി. സ്വാതന്ത്ര്യ സമര സേനാനി മതി. സാറേ, നമ്മള് ഈ ആ പരിപാടിയിൽ അന്ന് കുറച്ച് ആള് കൂടണമെങ്കിൽ മമ്മൂക്കായ പോലെ ആരെങ്കിലും കൊണ്ടുവരണം. വർഷത്തിൽ ഒരു പ്രാവശ്യമുള്ളൂ ഈ ഓഗസ്റ്റ് 15. അതിന് കുറച്ചൊക്കെ ഒരു ഓളം വേണം. എന്റെ പൊന്നു സാറേ, ഇവരുടെ തർക്കം നിർത്തിയ ഞാനൊരു കാര്യം പറയാം. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്ക് ഹരിതയെ വിളിക്കാം. അതാരാ? ഹരിത. അവര് ഏത് സമരത്തിൽ പങ്കെടുത്തതാ? എന്റെ സാറേ, പവിഴം പവലിയൻ കത്തിച്ചത് ആരാ? അതായത് ശരിക്കും ആന്റിയാണ് ഈ പവിഴം പവലിയൻ കത്തിച്ചത്. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത് ഹരിതയാ. ഇപ്പോഴും എന്ത് സ്ട്രോങ് ആയിട്ടാ നിൽക്കുന്നതെന്നറിയാമോ? അവര് മതിയല്ലോ. നിങ്ങൾ എന്ത് വർത്താനം കണ്ടിട്ടാ മാഷത്? ഈ ഹരിത ആരാ ചേച്ചിട്ടങ്ങള്? അവര് സ്വാതന്ത്ര്യ സമര സേനയിലല്ലേ? സീരിയൽ നടിയാണ്. അതല്ലേ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം സീരിയൽ നടി തമ്മിൽ എന്താ ബന്ധം? അല്ല, അതിപ്പോ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അവര് വരുവാണെങ്കിൽ കുറച്ച് ആളും കൂടും. പിന്നെ എനിക്കൊരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാ കുറച്ച് ലൈക്ക് കാര്യം. നോക്കി മഹാത്മാഗാന്ധി ആരെന്ന് വെച്ചാൽ ചിലപ്പോ ഈ ഹരിതക്ക് അറിയുണ്ടാവില്ല. വേണ്ട, നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനി മതി. പറ്റില്ല, വേണ്ട. സാറേ, ചെറിയൊരു അഭിപ്രായമുണ്ട്. നമുക്ക് സാഹിത്യകാരന്മാരാക്കാം സാറേ. സന്തോഷ് ചേച്ചിക്കാനം, പിന്നെ പി ഷാജികുമാർ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ചെറിയൊരു ഓപ്ഷനിൽ വേണമെങ്കിൽ സാറിന് എന്റെ പേര് എഴുതി ചേർക്കാൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. അതെ, ഇവിടുത്തെ കവിയരങ്ങ നടത്തും. കവിതയും പ്രസംഗമൊന്നും വേണ്ട. നമുക്ക് സ്വാതന്ത്ര്യ സമര ഒരു കാര്യം ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങളിപ്പോ ഈ പറഞ്ഞ ആളുകളൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ വില്ലേജ് ഓഫീസിന്റെ പല പല ആഘോഷങ്ങളും സംഗതികളൊക്കെ വരുമല്ലോ. അപ്പൊ ആ സമയത്ത് എല്ലാവരും നമുക്ക് വിളിക്കാം. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന് ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ഇതിന് പോയാൽ മതി. ഇത് കഴിഞ്ഞ ഉടനെ ഓണം വരികയാണ്. ഓണത്തിന് നമുക്ക് മമ്മൂക്കനെ കൊണ്ടുവരാലോ. മമ്മൂക്കൊക്കെ ഒരു അവസരം കൊടുക്കാലോ. അല്ല, മൂപ്പരെ വിളിച്ച മൂപ്പരെ മകനും വരുമല്ലോ. പുള്ളിയുടെ മകൻ എന്ന് പറഞ്ഞാൽ ഇത് കൈക്കുഞ്ഞൊന്നും അല്ല. സാറ് എന്താ പറയണേ? മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? മൂപ്പര് തിരക്കിട്ട് നിൽക്കുന്ന ഒരാളാ. പിന്നെ എന്നോടുള്ള ഒരു പേഴ്സണൽ ബന്ധം വെച്ചിട്ട് പറഞ്ഞു, ആഗസ്റ്റ് മാസം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മൻപത എന്നോട് പറ, ഞാൻ വേണമെങ്കിൽ ഒന്ന് പങ്കെടുക്കാം. എന്നൊരു കാര്യം ചെയ്യും, നമുക്ക് ഇതിന് മമ്മൂട്ടിനെ മതി. അല്ല, വിളിച്ച പുള്ളി എടുക്കൂല. നമ്മുടെ വില്ലേജിൽ നിന്ന് പറ. എന്റെ പോസ്റ്റ് പെയ്ഡ് ബില്ല് അടച്ചില്ല. ബില്ല് അടച്ചാല് ഈ കാരണം അല്ല, അതിന് വിളിച്ചില്ല. എന്റെ പേര് സേവ് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക. എന്റെ പേര് കണ്ടാൽ എടുക്കും, മറുപടി പറയും. അത് ഞാൻ വൈകിട്ട് വിളിക്കാം. ഇത് പൊട്ടും പൊളിയാ. നിങ്ങള് വേറെ വഴി നോക്കി. ഞാനൊരു കാര്യം പറയണം. നറുക്കിടാം. നല്ലൊരു ചർച്ച തീരില്ല സാറേ. അതെ, ആ കെച്ചിന്റെ എന്തോ ഒരു അപേക്ഷയാണ്. അതൊന്നുകൂടെ കൊണ്ടുവരാൻ പറ. ഒന്നുകൂടി തരണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല സാറേ, ഈ നറുക്കൊക്കെ ഇട്ടിട്ട് സീരിയൽ നടിയുടെയൊക്കെ പേരാ വന്നെങ്കിൽ പിന്നെ അതിനെ കൊണ്ടുവരേണ്ടി വരില്ലേ? സ്വാതന്ത്ര്യ സമര സേനാനി പോരെ സാറേ? നറുക്ക് എന്ന് പറഞ്ഞാൽ നറുക്ക് തന്നെയാണ്. അതിലെന്താണ് അത് സമ്മതിച്ചിരിക്കുന്നത്? വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറാണ്. അപ്പൊ വില്ലേജ് ഓഫീസർ തീരുമാനിക്കും, നിങ്ങൾ അത് നടപ്പിലാക്കും. ഓക്കെ, പറഞ്ഞോ. സിനിമ നടൻ, സീരിയൽ നടി, നടി, പിന്നെ കവി, കവി, ഇനി സ്വാതന്ത്ര്യ സമര സേനാനി. അതാണ് ഈ വർത്താനം. സാറെടുക്കും. അത് സാറിനെ കുളിക്കിട്ട് സാറിനെ ഞാനെടുക്കും. അതുകൊണ്ട് അത് എടുക്കുക, ഒരാളെടുത്താ മതിയല്ലോ. അങ്ങനെ എടുക്കണേ സാറേ.
അല്ല ഇത് കണ്ണു പൊത്തിയിട്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല. പഠിത്തം നമ്മളെ കൂടിയാ സ്വാതന്ത്ര്യ സമര സേന. അതെങ്ങനെ ശരിയാവും സാറേ? മറ്റേത് ആ പേപ്പർ അല്ല അത് കഴിഞ്ഞല്ല, അത് കഴിഞ്ഞു. അല്ല ഞാൻ കണ്ടതെല്ലാം ഇത് ചീറ്റിംഗ് ആണ്. ഏതായാലും നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനി ഇത് ഫിക്സ് ചെയ്യുന്നു അല്ലേ? ഇനിയിപ്പോ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണ്ടേ സുധാ? സാറേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് 72 വർഷം കഴിയാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും മഷിയിട്ട് നോക്കിയാൽ പോലും ഇങ്ങനെ ഒരാളെ കിട്ടില്ല. അത് ഞാൻ എഴുതി വെക്കാം. സാറേ എന്റെ അച്ചാച്ചനുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനി. ഒരു ബ്രിട്ടീഷുകാരന്റെ ചെവി കടിച്ചു പറിച്ച് 6 മാസം ജയിലിൽ കിടന്ന ധീരദേശാഭിമാനി. മതിയല്ലോ, വരാൻ പറ. മരിച്ചുപോയി. വെറുതെ പ്രതീക്ഷ തന്നിട്ട് എന്തിനപ്പോ നിങ്ങളിങ്ങനെ തല പോകണത്? നമ്മുടെ പഞ്ചായത്തിനുണ്ടല്ലോ സ്വാതന്ത്ര്യ സമര സേനാനി. ആര്? 4-ാം വാർഡിലെ ശീതള മാഷ്. ശീതള മാഷ് മതി. പിന്നെ 6 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെ അതെ, മൂപ്പര് വീട്ടിലെ മൂപ്പര് ഗാന്ധിജിന്റെ കൂടെ നടക്കുന്ന ഫോട്ടോ വരുന്നുണ്ട്. അദ്ദേഹം മതി. അത് മതി. നമുക്കൊരു കാര്യം ചെയ്യാം, പുള്ളി ഒന്ന് വിളിക്കണല്ലോ. നമ്പർ ഞാൻ തരാം. നമ്പർ ഇപ്പൊ തന്നെ വിളിച്ചാളി. 95 45 49 77 64 35. ഹലോ ഹലോ, സ്വാതന്ത്ര്യ സമര സേനാനി ശീതള മാഷല്ലേ? അതെ. ഞാൻ സത്യശീലൻ എന്ന് പറയും. ഇവിടെ വില്ലേജ് ഓഫീസറാ. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഡേറ്റ് എന്താണ്? ആഗസ്റ്റ് 15. അതെ ആഗസ്റ്റ് 15. ഒരു കാര്യം ചെയ്യാം പക്ഷെ ഞങ്ങള് ഓഫീസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം, വീട്ടിലേക്ക് വരാം. അപ്പൊ നമുക്ക് നേരിട്ട് സംസാരിക്കാം. സുഖമായിട്ടിരിക്കണമല്ലേ? ഓക്കെ ശരി. അപ്പൊ ഫിക്സ് ആയില്ലേ? അപ്പൊ ഇന്ന് തന്നെ നമുക്ക് 3 ആൾക്കും പോയിട്ട് ബുക്ക് ചെയ്യാം. നമ്മള് അഡ്വാൻസ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ? എന്താ സാറേ പറഞ്ഞ ഗാനമേള അഡ്വാൻസ് കൊടുക്കാൻ. റെഡിയായോ? പിടിക്കണ്ടേ? വേണ്ട വയസ്സാം കാലത്ത് എവിടെയും പോകാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നാട്ടിൽ ഒരാളല്ലേ ഉള്ളൂ. എത്ര ആളുകളെ വിളിച്ച് ഇതൊക്കെ ചെയ്യിക്കാം. പിടിക്കാം. ഞാനൊരു 100 വട്ടം പറഞ്ഞ ഞാൻ വരുന്നില്ല നമ്മളെല്ലാം ഒന്നും സമ്മതിച്ചില്ല. പോയിട്ട് വരാം, പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരും. പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. കോട വിട്ടോ ഇതേ എനിക്ക് ഒരു വിശ്വാസമുള്ള ഒരു താങ്ങായി. ചെരുപ്പ് വിട്ടോ എനിക്കറിയാലോ ഇടാൻ. ഞാൻ ഇട്ടോളാം. വയസ്സായതുകൊണ്ടാ പറയുന്നത്. ആര് പിടിച്ച് തട്ടി പറഞ്ഞു വീട്. നിങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടാ? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ഇരിക്കുന്നു. ഈ വണ്ടിയോ? ഒട്ടകപ്പുറത്ത് പോണ പോലെ ഉണ്ടാവും. അതിന്റെ മോളിൽ കയറിയാല് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഈ ജാതി പരിപാടിക്കൊന്നും ഞാനില്ല. നടുക്കിരുന്ന് പോവാം. എവിടെ ഇരുന്നാണെങ്കിലും പോവണ്ട. ഒരു 100 പ്രാവശ്യം പറഞ്ഞ വരുന്നില്ല. നിങ്ങൾ പോയി കാറ് കൊണ്ടുപോവാ. ശീതളേട്ടാ, ആരാണ്? നമസ്കാരം. ഭയങ്കര കൃത്യനിഷ്ഠമുള്ള ആളല്ലേ? എന്താണാവോ? ഞങ്ങള് വില്ലേജിൽ നിന്ന് വരെയാണ്. വില്ലേജ് ഓഫീസറാണ്. എന്താണാവോ? അല്ല, വിളിച്ചു പറഞ്ഞിരുന്നു മറ്റേ ആഗസ്റ്റ് 15 പതാക ഉയർത്താൻ വേണ്ടിട്ട് വരാം. അല്ല, അപ്പോ നിങ്ങളേതാ? അയ്യോ, നമ്മുടെ പ്രിയദർശിനി ക്ലബ്ബ് ഇപ്പൊ സംസാരിച്ചോണ്ട് വന്നത്. അല്ല, അപ്പൊ നിങ്ങൾ 2 കൂട്ടരും ഒന്നല്ലേ? എന്താ ഈ പറയുന്നത്? ഒരാൾക്ക് ഒരു സ്ഥലത്തേക്കല്ലേ വരാൻ പറ്റുള്ളൂ. അതെ, അതിപ്പോ പഞ്ചായത്തിൽ ഇപ്പൊ ഒരാളല്ലേ ഉള്ളൂ.
വയസ്സാങ്കാലത്ത് എവിടെയും പോകുന്നില്ലെന്ന് വെച്ചതാ. താല്പര്യമില്ലെങ്കിൽ നമുക്ക് സിനിമാക്കാരെ വിളിച്ചാലോ? നമുക്ക് ഇറങ്ങാം. അല്ല ഞങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്തിട്ട് പോയത്. ഞങ്ങൾ കൊണ്ടുപോകണം. മോനെ ഇത് വില്ലേജ് ഓഫീസർമാരാണ് ചുമ്മാ വെറുതെ. കാറ് വരുന്നുണ്ട് പക്ഷെ വരും. സിനിമ നടന്മാരെ വിളിച്ചേ. ഞാൻ പറയട്ടെ, ഞാൻ ഇത് വരുന്നില്ല എന്ന് പറഞ്ഞതാ. ഈ വർഷമെങ്കിലും ഒരു സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വിചാരിച്ചു. നീ ആ കാറ് കൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ എന്റെ വീട്ടിൽ കൊണ്ടിട്ടേക്കുമല്ലേ കാറ്. നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ചേട്ടൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചേട്ടൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാനാ? ഞാൻ പങ്കെടുത്തിട്ടൊന്നുമില്ല. ശീതള സാറിന്റെ ആരാന്നാ പറഞ്ഞേ? മൂപ്പനെന്റെ സ്നേഹിതനാ, കൂട്ടുകാരനാ? ഓ മതി പൊക്ക്. ഇതെന്താ കളിക്കണോ? എത്ര സമയം ഒരു അറ്റം വേണ്ടോ? അച്ഛൻ കാണണമെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങ് നോക്കണം. ദേ അച്ഛൻ കിട്ടിയല്ലേ? ഇത് കിട്ടാൻ വേണ്ടി ഇത്രയും സമയം കളിച്ചാൽ മതി. കാണിക്കണേ. ഇത് ഇവിടെ വെക്കാനല്ല, ഇവിടെ കെട്ടാനല്ലേ. ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ കെട്ടാൻ വേണ്ടിട്ടാ. എന്താണ് സാറേ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തില്ലേ? പോരെ? ഒരാണായ സാർ ഇവിടെ ഇങ്ങനെ വായി നോക്കി നിന്നില്ലേ? ഞാൻ ഉണ്ടായിനിയാ, അത് നോക്കിയാ മതി. പിന്നെ ആഗസ്റ്റ് 15 എല്ലാ കൊല്ലം ഉണ്ട്. കൊടിയുടെ കളറൊന്നും മാറില്ലോ ഇല്ലേ? അപ്പൊ അടുത്ത കൊല്ലം കെട്ടാൻ നമുക്കിത്. ക്ലാസ് എടുക്കാനല്ല പറഞ്ഞ, ഇത് കെട്ടാനാ പറഞ്ഞു. മാഡം സത്യൻ സാറില്ലേ? സാറ് കുറച്ച് കഴിയുമ്പോ വരും. ഈ രാഘവേട്ടന്റെ ഒരു പോക്കുവരവിന് കൊടുത്തിട്ടുണ്ടായി. അയ്യോ ഇന്ന് അവധിയല്ലേ? എന്താ മതി? ഇന്ന് ഓഗസ്റ്റ് 15 അല്ലേ? അത് അവധിയാണെന്ന് അറിയാം. ഇന്നലെ എല്ലാവരും ഉണ്ടാവുള്ളൂ. അല്ല ഇന്നിവിടെ കാര്യങ്ങളൊന്നും നടക്കൂല, എന്തായാലും അവധിയാ. അല്ല ഞങ്ങൾ ഈ വരവും പോക്കും മാത്രമേ നടക്കണുള്ളൂ. കാര്യം നടന്നു കിട്ടണല്ലേ? ഒരു കാര്യം ചെയ്, ഇതൊന്നും ഇവിടെ കെട്ടിത്തന്നെ. അതിവിടെ കെട്ടിയിട്ടുണ്ടല്ലോ. അതല്ല ഇതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇത്രയും ഫില്ലിങ് മതി. ആദ്യം സർട്ടിഫിക്കറ്റ് തരാമോ? സർട്ടിഫിക്കറ്റ് ഇന്ന് അവധി ആയതുകൊണ്ടല്ലേ, നാളെ വന്നാൽ ഉറപ്പായിട്ടും തരുമല്ലോ. ഇന്നലെ വന്നപ്പോ പറഞ്ഞു ഇന്നലെ വില്ലേജ് ഓഫീസർ ഇല്ലെന്ന് പറയും. ഇന്ന് നിങ്ങൾ എല്ലാവരും ഉണ്ടാവും ഓർത്താണ് ഞങ്ങൾ രാവിലെ വന്നത്. നാളെ ഉറപ്പായിട്ടും തരുന്നേ. ഇതൊന്ന് കെട്ടിത്തരുവോ? സർട്ടിഫിക്കറ്റ് തരാം, നാളെ തരാം. കുറേ ദിവസമായി നടക്കുന്നു. കിട്ടും. പറ്റെടുക്ക് പറ്റ പറ്റൂല. എങ്ങനെ നോക്കിയാ അറ്റം കിട്ടൂല. തുമ്പും പാലും നിങ്ങളൊന്ന് മാറി നിൽക്കും. ഒന്ന് മാറി നിൽക്കുന്നത് കെട്ടട്ടെ ഇത്. അതിന് വരുന്നുണ്ട്. ഇനി വരുന്നുണ്ടായിരുന്നോ? ഞാൻ പിടിച്ചില്ല. ഇങ്ങനെ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 ആഘോഷം എന്നും പറഞ്ഞ് ഒരു മിഠായി കൊടുക്കും. അത് തന്നെ ചൈനയുടെ ഇരിക്കും. ലഡു ആണ്, ലഡു കൊടുക്കണം. നന്നായി. വരണം പക്ഷേ വരണം. ഫോണിലോ മണ്ടോദരി. സാറേ ആ പോക്കുവരത്തിന്റെ അത് അത് ഇവിടുത്തെ ഒരാളാ. പക്ഷെ ഒരു മിനിറ്റ് ഒരു സെൽഫി. എന്താണ് ഇയാളാദ്യം കൊണ്ടുവന്നത് എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയൊന്നും ഉയർത്താൻ പറ്റില്ല. ഒരു പ്രാർത്ഥനയൊക്കെ ചെല്ലണം. ഒന്ന് ലൈവ് പോകട്ടെ. ലൈവ് പോവുക. ഒരു മിനിറ്റ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. നമ്മള്
കോയിക്കൽ വില്ലേജിലെ ഒരു കൂട്ടം ദേശസ്നേഹികളായ സർക്കാർ ഉദ്യോഗസ്ഥർ ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനം നമ്മുടെ പതാക ഉയർത്താൻ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥി ശീതള മാഷാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ശീതള മാഷാണ്. മാഷ ഒരു ഹായ് പറഞ്ഞു. അപ്പോ മാഷാണ് പതാക ഉയർത്തുന്നത്. അതിനു മുമ്പ് ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിന് ഞങ്ങളുടെ ക്ലർക്ക് മണ്ടോദരിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മണ്ടോദരി തുടങ്ങാം. ഈശ്വര പ്രാർത്ഥന തുടങ്ങും മാഷ്. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ഗീതാമൃതം തന്ന ഭൂമി, ജയ 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 ഭൂമി. മതി എന്ന് പറ.